ഹലോ, അസ്സലാമു അലൈക്കും. ചെങ്കളന്ന് നമുക്കൊരു ബസ്സിൻ്റെ അനുഭവം ഉണ്ടായി. നിങ്ങളൊന്ന് കണ്ടു നോക്കി വീഡിയോ. ഇതിലാറ് ഭാഗത്താണ് തെറ്റ്, എന്താ ഏതാന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ആ വണ്ടിക്കാരന് ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് ലെഫ്റ്റിക്ക് കയറിയേക്കിന് ഞാൻ നേരെ പോരാണ്. ഞാൻ നേരെ പോകുന്നേക്കിന് അയാൾ ഇങ്ങോട്ട് റൈറ്റിക്കാണ് കൂട്ടി, അതിനെ തട്ടി. നോക്കിയാളി. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ ഇത്രയും യാത്രക്കാർ ഈ റോഡിന് നടുവിൽ ബുദ്ധിമുട്ടാണ് ഒരുപാട്. അതിന് ശരിക്കുള്ള വീഡിയോ ആണ്. ഞങ്ങളിത് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ എടുത്തൊരു വീഡിയോ ആണിത്. അയാൾ വണ്ടി ഇന്ത്യക്കാരിട്ട് കയറിയാണ്ട് നിൽക്കുന്നതും അയാൾ റൈറ്റ് സൈഡ് നോക്കി ഫ്രണ്ട് ഭാഗം നിൽക്കണമെങ്കിൽ റോട്ടിക്ക് ഇങ്ങനെയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഓട്ടോറിക്ഷക്കാരൻ കയറി നിന്നാണ്ട് ഈ വണ്ടി തട്ടി ആക്സിഡൻ്റ് ആയ സ്ഥലത്ത് വന്നുകൊണ്ട് ഒരിക്കലും നമ്മൾ പ്രശ്നം ഉണ്ടാക്കരുത്. അത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വന്നിട്ട് വണ്ടി മാറ്റണം. അല്ലാതെ അവിടെ നിന്നാണ് നമ്മൾ പ്രശ്നം ഉണ്ടാക്കരുത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തു, പോലീസിൽ പരാതി എഴുതി കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ വന്നു, കാറുകാർ വന്നു. അതിൻ്റെ കൂടെ നമുക്കൊരു പ്രത്യേക സംഭവം ഉണ്ടായിരുന്നു പറയും. ഇതിൽ യാത്രക്കാരുണ്ടായിരുന്നു. ഈ രണ്ട് യാത്രക്കാർ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കൂടെ പോകുന്നു കട്ടക്ക്. അപ്പോൾ നമുക്ക് എന്താ അതിൽ പ്രത്യേക അനുഭവം ഉണ്ടായിരുന്നു. അതിൽ യാത്രക്കാർ ഒട്ടുമിക്ക ആളുകളും നമ്മൾ വലിയ പുണ്യാളൻ വലിയ സംഭവം നമ്മൾ ബസ്സിൽ വലിയ സംഭവം നല്ല പറഞ്ഞു തരുന്നത്. പക്ഷേ ഒട്ടുമിക്ക യാത്രക്കാരും ഇറങ്ങിയുള്ള സ്ത്രീകളും എല്ലാം ഒരുപാട് പരീക്ഷ എക്സാം ഓടുന്ന കുട്ടികളൊക്കെ ഇറങ്ങി പറഞ്ഞത് ആ കാർ ഇങ്ങോട്ട് കയറിയത്. കാരണം അവർക്ക് ലൈവായിട്ട് കാണുന്ന കാഴ്ച മുന്നിലുള്ള ആളുകളും സൈഡിൽ ഇരുന്ന ആളുകളൊക്കെ കാണും. ഇതിൽ പ്രത്യേകം രണ്ടാൾക്കാർ ഒതുക്കുമ്പോൾ തിരികെ കൂടെ രണ്ടാൾക്കാർ. അതിൽ രണ്ടാൾക്കാർ സത്യം പറഞ്ഞാൽ ആ കാറിനോട് അത്രയും കുറിച്ച് പറഞ്ഞങ്ങളൊക്കെ തെറ്റിയത്. കാരണം സമ്മതിച്ചില്ല, അത്ര വന്ന കാര്യം സമ്മതിച്ചത്. അവരെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ കൂടെ അവർ തിരുവനന്തപുരം അവരെ ആവശ്യങ്ങൾക്ക് പോകുന്ന ആ രണ്ട് കൂടെ നമ്മുടെ എത്തി വരുന്നുണ്ടെങ്കിൽ ആലോചിച്ചു. നമ്മൾ ഇവിടെ നന്നായിട്ടല്ല കേട്ടോ, എല്ലാവർക്കും തെറ്റി വരും. കൂടുതൽ പാട്ട് പറ്റും. കാരണം ഈ ടൈം ഓടി എത്തുന്ന വണ്ടികളല്ലേ, ഒരുപാട് പാട്ട് കണ്ടല്ലേ ഇല്ല നമ്മൾ പറയാം. പക്ഷെ എന്താ നമ്മളൊക്കെ തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മളത് സമ്മതിക്കാൻ പഠിക്കണം. ആദ്യം നമ്മൾ ഇത്ര യാത്രക്കാരെ ഈ കുട്ടികളൊക്കെ എക്സാമിൽ കൂടെ കുട്ടികൾ ഒരുപാട് യാത്രക്കാരെ വെച്ചുകൊണ്ട് നടുവൊട്ടിൽ അർപ്പിച്ച സമയത്ത് ഒരുപാട് പള്ളിക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ എത്ര ആൾക്കാരെ നടുവട്ടത്. നമ്മൾ ആലോചിച്ച് 4 ബസ്സിലാണ് ഞാൻ അറിയിട്ടുണ്ട്. 4 ബസ്സിൽ ഇന്ന് വന്നേ അയാൾ പറഞ്ഞു 5000 റുപ്യ വേണം, അല്ലാതെ പോകാൻ പറ്റില്ല. അങ്ങോട്ട് പറയാണ്ട് CCTV ദൃശ്യം പിന്നെ കിട്ടിയത്. സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്ത ശേഷം പോലീസുകാരെ അവിടെ പോയി എടുത്തത്. അപ്പോൾ അതിന് മുമ്പ് അയാൾ കുറേ പറഞ്ഞ ചാടി. പിന്നെ സ്റ്റേഷനിലേക്ക് അയാളെ കൂടെ രണ്ടാൾക്കാരും വേറെ വന്നു. അവർ കുറേ ദേഷ്യപ്പെട്ട് ഞങ്ങൾ സംസാരിച്ചാൽ ഒന്നും മുണ്ടില്ല. നിങ്ങൾ CCTV എടുത്തോളൂ. CCTV എടുത്തിട്ട് ഞങ്ങളൊക്കെ പാട്ട് വെച്ചാൽ ആ സൈഡ് പറഞ്ഞ് ഞാൻ വാങ്ങി തരാൻ തയ്യാറാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ നഷ്ടപരിഹാരം തന്നെ വരും. നമ്മൾ ട്രിപ്പിൾ അറ്റാക്കിയാണ്. ലാസ്റ്റ് അവര് ഇങ്ങനെ ഇതാക്കി വന്നപ്പോൾ അപ്പോൾ നമ്മൾ ആർക്കും പരിചയമുള്ള ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ കേസാക്കാതെ അവർ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നു പൈസ. അതാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളൊക്കെ എന്താ പറയുക, നമ്മൾ വെറുതെ ഒരു വണ്ടിൻ്റെ ട്രിപ്പ് കട്ടാക്കുന്നത്. മേജർ കേസില്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ആക്സിഡന്റ് ആയാലും തട്ടി കഴിഞ്ഞാലും ആ വണ്ടി പിന്നെയും ഓടുന്ന വണ്ടികളാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ വണ്ടി ആളിറക്കി വിടാനെങ്കിലും ഒരു സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുക. ആ വണ്ടിക്കാരെ അവർ ഇവിടെ ആൾട്ടാക്കി വെച്ചാൽ ആൾട്ടാക്കി കൊടുത്ത് വന്നിട്ട് ഇപ്പോൾ കാര്യങ്ങൾ സംസാരിക്കാം. നമ്മൾ യാത്രയ്ക്ക് നമ്മൾ മാത്രമല്ല ബുദ്ധിമുട്ടുന്നത്. ഒരു കാറിൽ ഒരാളുണ്ടെങ്കിൽ 2 ആളുകൾ ഏറിപ്പോയ ഒരു കാറിൽ 4 ആൾക്കാർ, ആ 4 ആൾക്കാരെ ബുദ്ധിമുട്ടുള്ളൂ. ഈ ഒരു ബസ്സിൽ 10-60 ആളുകളുണ്ട്. അവർ മൊത്തത്തിലാണ് ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയെങ്കിലും നമ്മൾ നല്ലൊരു തീരുമാനത്തിലേക്ക് എത്താൻ ശ്രമിക്കാം. അവസരം പറയാനുള്ളത്.